സ്കൂള് മുടക്കായി. ഇന്ന് സ്കൂൾ മുടക്കായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ മഴ ഇച്ചിരി കുറഞ്ഞു, പക്ഷെ മൊത്തത്തില് മഴ കൂടുതലാണ്. വെയിലൊന്നും വന്നിട്ടില്ല. ഞങ്ങളവിടുത്തെ തൃശ്ശൂർ ശക്തി സ്റ്റാൻഡൊക്കെ വെള്ളത്തില് മുങ്ങി, നിറച്ച വെള്ളമാണ്. റോഡ് കാണാത്ത വിധം വെള്ളം പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ബൈക്കുകാരൊക്കെ ചെറുതായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പൊ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൂര്യ ഉദിക്കാത്തതുകൊണ്ട് വെള്ളക്കെട്ട് മാറാൻ ചാൻസ് ഇല്ല. അപ്പൊ മിക്കവാറും നാളെ മുടക്കാവാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. അറിയില്ല, ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ ചിലപ്പോ വരാനായിട്ടുള്ള സാധ്യത. ഇപ്പൊ നാളെ മഴ പെയ്യുന്ന കാലാവസ്ഥ നിരീക്ഷകര് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടാവും, നാളെ മുടക്കുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് വളരെ കുറവാണ്. മഴ പെയ്താൽ മാത്രല്ലേ വെള്ളം ഇറങ്ങുള്ളൂ. പിന്നെ പുതിയ ടോപ്പിക് എന്നല്ല, പഴയ ടോപ്പിക്കാണ്. ഒരുപാട് വർഷം പഴക്കളാണ്. പക്ഷെ ഇപ്പൊ ഇന്നലെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് എന്ത് പിടിച്ചിട്ടുണ്ട്? ഇ സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്. ഇ സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതില് നിക്കോട്ടിന്റെ അളവൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സിഗരറ്റ് വലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിഗരറ്റ് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിക്കോട്ടിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലിക്വിഡാണ് ആഡ് ചെയ്യുക. ലിക്വിഡ് ആഡ് ചെയ്തിട്ടാണ് അത് വലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വേപ്പറൈസറിന്റെ വർക്കിംഗ് തന്നെയാണ്. അത് ബാറ്ററി വെച്ച് ചെയ്യുന്നത് മാത്രം. നമ്മുടെ ആവി പിടിക്കുന്ന സാധനത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് പുക വരുന്ന പോലെ തന്നെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ പറയുന്ന ഈ സിഗരറ്റിലും വരുന്നത്. ബാറ്ററി വെച്ചിട്ടാണ് മാത്രം. അപ്പൊ അതിൽ വെള്ളത്തിന് പകരം നമ്മൾ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേപ്പറ ഒരു ലിക്വിഡ് മേടിക്കാൻ കിട്ടും. ആ ലിക്വിഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അതിനെ വേപ്പറൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്മോക്ക് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സാധനം വലിച്ച് പുക വിടാം. ഓക്കെ, അപ്പൊ ചെയിൻ സ്മോക്കേഴ്സിനൊക്കെ അത് വളരെ ഉപകാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഓരോ ഫ്ലേവറുകളുണ്ട്. മറ്റേ സ്ട്രോബെറി, ബനാന, അതുകൊണ്ട് ഒരുപാട് ഫ്ലേവറുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നല്ല ഫ്ലേവർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ പുക വലിക്കുന്നവർക്ക് വലിക്കാനുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പൊ ഈ ചെയിൻ സ്മോക്കേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. 2000-3000 നല്ല ഐറ്റത്തിന് 12,000 രൂപ വിലയ്ക്കുണ്ട്. പിന്നെ അതിൽ ആ ലിക്വിഡ് മിക്സ് ചെയ്യാൻ ഡിഫറെന്റ് ലിക്വിഡുകൾ അതിൽ മിക്സ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും സംഭവമാണ്. പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ടുനടക്കാൻ ഭയങ്കര എളുപ്പമാണ്. വളരെ ചെറുതായ ഒരു ഡിവൈസാണ്, സ്മോളാണ്. അത് കൊണ്ടു നടക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യയില് മൊത്തത്തില് സിപ്ല കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുകവലി നിയന്ത്രിക്കാനായിട്ടുള്ള സാധനങ്ങൾ. ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പൊ എന്ന് പറയുമ്പോ ചെറുപിള്ളേർ വരെ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ്, അവര് പിന്നീട് പുകവലിക്ക് കടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വിചാരിച്ച കാര്യത്തിന്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. സ്മോക്കേഴ്സിന്റെ അത് കുറയ്ക്കണതിന്റെ പകരം എന്താണ്, കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേര് വരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എന്താണ്, ഈ സ്മോക്കിങ്ങിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫ്ലേവറുകളുണ്ട്, ഒരുപാട് പുക പോവും. അതൊക്കെ പിള്ളേരെ അട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ വളരെ സ്മോൾ ആയിട്ട് കൊണ്ടു നടക്കും. ഒരു പാനയുടെ സൈസ് ഇതിന് വരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം സ്കൂൾ പിള്ളേരുടെ ബാഗിലാണ് പിടിച്ചത്. നമ്മുടെ തൃശ്ശൂര് പടിഞ്ഞാറ് കോട്ടയമ്മ ഒരു കടയിൽ കൊടുക്കുന്നതാണ് കണ്ടത്. പിന്നെ എല്ലാവരും അതന്വേഷിച്ച് പോകുന്നു കണ്ടത്. ഇത് ചെയ്യാണ്ടിരിക്കാനാണ് പറയണം, പോയി മേടിച്ച് ഉപയോഗിക്കാൻ. അപ്പൊ ബാഗിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ബാഗിൽ ചിലപ്പോൾ മിഠായി പോലെയൊക്കെ വിരിക്കുന്നവ, ഒരു മറ്റേ മാർക്കർ പെന്ന് പോലെയൊക്കെ വിരിക്കുന്നവ. അത് തുറക്കുമ്പോഴാണ് ഈ സാധനം. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ദുബായിലൊക്കെ കണ്ടെന്നറിയാം, സ്മാർട്ട് വാച്ച് മോഡല്. സ്മാർട്ട് വാച്ചിന്റെ അതേ സ്ക്വയർ ആ സാധനം ഊരിട്ട് വലിക്കുക. അതാണ് സംഭവം. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ചാന്ന് തോന്നുള്ളൂ. പക്ഷെ അത് ഊരി വലിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ഈ സിഗരറ്റായിട്ട് മാറുക. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ദുബായിലല്ലേ. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പിടിച്ചപ്പോഴാണ് മനസ്സിലായി ഇത് ഇവിടെയും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്തുണ്ട്, ഈ സാധനം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഓൺലൈനിൽ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, പക്ഷെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എയർപോർട്ടിൽ കടയെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സിഗരറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ നീ വലിച്ചു കഴിഞ്ഞാൽ നിന്നെ പിടിക്കും അവിടെ. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറുപിള്ളേരൊക്കെ
സ്കൂളിൽ പോണ പിള്ളേരൊക്കെ മിഠായി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ടോ 2000-3000 വില ഭയങ്കര വിലയാണ്. പക്ഷെ ആ പിള്ളേര് എവിടെ നിന്നൊക്കെ കടിച്ചു മാറ്റിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്, എല്ലാവരും കിണറ്റിൽ മോട്ടറിനെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വെള്ളം കയറും, മോട്ടർ മുങ്ങി അറിയാലോ, വീട്ടിലത്തെ കാര്യം സ്തംഭിച്ചു പോകും. അപ്പോൾ മോട്ടർ കയറ്റാനുള്ളവർക്ക് മോട്ടർ കയറ്റുക. ഞാനിപ്പോൾ കാലത്ത് മണിക്കിട്ട് മോട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ കൂടി മഴയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ മോട്ടർ എന്തെങ്കിലും കെട്ടേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ പെയ്യുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയാണ്. അപ്പോൾ എല്ലാവരും മഴയെ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ചീരാച്ചി വളവിലേക്ക് മരം ഒടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതുപോലെ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക, മരം ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ വെള്ളക്കെട്ടിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുകൊണ്ട് വേണം വെള്ളക്കെട്ടിൻ്റെ ഉള്ളോടെ പോകാൻ. എങ്ങാനും ഓഫായി കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിനിൽ വെള്ളം കയറും, പിന്നെ വണ്ടി മുഴുവൻ പണിയേണ്ടി വരും. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. പിന്നെ അറിയാത്ത റോഡിൽ വെള്ളക്കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് പോകാണ്ടിരിക്കണമല്ലോ, എവിടെ ചാലെന്നൊന്നും നമുക്കറിയില്ല. വെറുതെ കുഴിയിൽ പോയി ചേർന്നേക്കട്ടെ നല്ലത്, തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ മുടക്കാവുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈവനിംഗ് വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.